എങ്ങനെയാ ഈ ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ ലഹരിവേട്ട നടക്കുന്നുണ്ട്. പലപ്പോഴും പോലീസിനെ സംബന്ധിച്ച് അവർക്ക് ഇതിന്റെ യഥാർത്ഥ വേരുകളിലേക്ക് ചെന്നെത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ്. എങ്ങനെയാണ് ഇതിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് അപ്രൂവ് ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോ പ്രധാനപ്പെട്ട വേരുകളിൽ ചെല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. കാര്യം നമ്മളിപ്പോൾ അടുത്തിടെയാണ് നമ്മൾ ഇതിന്റെ വേര് തേടി നമ്മൾ ബാംഗ്ലൂരിൽ പോയി നൈജീരിയൻ വംശനായ ഒരു നല്ലൊരു ക്യാച്ചായിരുന്നു കേരള പോലീസിന്റെ. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ നേരത്തെ നമുക്ക് പൊതുജനത്തിന്റെ സപ്പോർട്ട് വളരെ കുറവായിരുന്നു കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മീഡിയാസ് ഉൾപ്പെടെ ഇതിനെതിരെ പ്രതികരിക്കാൻ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നിങ്ങൾ മീഡിയാസ് ഉൾപ്പെടെ ഇപ്പോൾ ഇറങ്ങിയിരിക്കണം. അപ്പം സമൂഹത്തിൽ നിന്നും ഇപ്പം നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പോലീസിന് കൂടുതൽ കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയ കേസിൽ പിടിച്ചാൽ തന്നെ അതിൽ നിന്നും അതിന്റെ റൂട്ട് മനസ്സിലാക്കി ഇതിന്റെ നിർമ്മാണം നടത്തുന്നത് അല്ലെങ്കിൽ അതിന്റെ വൻതോതിൽ ഗുജറാത്ത് എന്ന് പറയാൻ പറ്റില്ല. നമുക്കിപ്പോ ഇത് സിന്തറ്റിക് ഡ്രഗ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് കൊണ്ടുവന്ന കാര്യം ഇതിന്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് വിവിധ തരങ്ങളുള്ള രാസവസ്തുക്കൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഹൈബ്രിഡ് ആണ്. അപ്പോൾ ആ കമ്പോണന്റ് നമുക്ക് ഒരുമിച്ച് ഓരോ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നിയമത്തിന് അതിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം കൊണ്ടുവന്ന് ഒരിടത്തൊരു കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് അത് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സമയം സിന്തറ്റിക് ഡ്രഗ്സ്. അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ സാധനം നമ്മുടെ ആൾക്കാർക്ക് വലിയൊരു ഭീതി ഉണ്ടായിട്ടുണ്ട്, അമ്മമാർക്ക് പ്രത്യേകിച്ച്. ആ ഉത്കണ്ഠയൊക്കെ ന്യായമാണ് നമുക്ക്. കാരണം ഞാനിപ്പോൾ 3 ജില്ലയിലെ പര്യടനം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ മനസ്സിലാക്കിയതിനേക്കാളും നിങ്ങൾ പോലീസ് ഓഫീസേഴ്സോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, പല സ്കൂൾ അധികൃതരുമായിട്ട് സംസാരിച്ചു. അതിന് എനിക്ക് മനസ്സിലായത് പത്തനംതിട്ട ജില്ലയാണ് യഥാർത്ഥത്തിൽ മറ്റ് 2 ജില്ലകളെക്കാളും ഈ കാര്യത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളത് ഈ കാര്യത്തിൽ. അപ്പോൾ പത്തനംതിട്ട ജില്ല എന്നൊക്കെ പറഞ്ഞാൽ ശബരിമല ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം അവിടെയൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഇത് കണ്ടാൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? കാര്യം ഇപ്പോൾ രക്ഷകർത്താവ് കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുത്താൽ ഇത് MDMA ആണോ എന്ന് അവർക്ക് എങ്ങനെ മനസ്സിലാകും? നമുക്കിപ്പോ ഇത് കണ്ടെത്താൻ ഒരു വെളുത്ത പഞ്ചസാരയുടെ രീതിയിൽ നമുക്കിപ്പോ നേരത്തെ മദ്യം കഴിച്ചിട്ട് നമുക്ക് അതിന്റെ മണം കൊണ്ടറിയാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമുക്ക് കുട്ടികൾ ഇത് ഉപയോഗിച്ചിട്ട് അറിയാൻ പറ്റത്തില്ലല്ലേ? അതിന്റെ സ്വഭാവത്തിന് മാറ്റം വരുമ്പോൾ മാത്രമാണ് സംശയം തരുന്നത്. പിന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ ഇത് ഉപയോഗിക്കുന്ന കുട്ടികളെ നമുക്ക് പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ട് സ്റ്റേഷൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടും നമ്മൾ മാതാപിതാക്കളെ വിളിച്ചവരെ വഴക്കുവാണെങ്കിൽ നമ്മൾ പോലീസുകാരെന്തോ തെറ്റിയതാണ് എന്റെ മകൾ എന്റെ മകൻ അങ്ങനെ. ഞാൻ അങ്ങോട്ട് ഇപ്പൊ മാവേലിക്കര CI എന്നുള്ള അങ്ങ് SHO ആണല്ലോ അല്ലേ? അങ്ങയുടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ വീട്ടിലെ അമ്മമാർക്ക് ഒരുപക്ഷെ പിതാക്കന്മാരെക്കാളും വലിയൊരു ആളല്ലാണ് കുട്ടികൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നവരെ സേഫായിട്ട് വരണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾക്ക് പ്രളയകാലത്തോ അല്ലെങ്കിൽ കോവിഡിനെ നേരിടാനോ കിട്ടിയ അത്രയും ജനപിന്തുണ ഈ കാര്യത്തിലുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ 30 ദിവസം കൊണ്ടാണ് കാസർഗോഡ് എത്തുന്നത്. എനിക്കൊന്ന് കാസർഗോഡ് എത്തുമ്പോഴത്തേന് ഈ ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്ക് അപ്പുറം കടന്ന ജനങ്ങൾ ഒന്നിച്ചൊഴുകി ഒരു സാഗരം പോലെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തിരുവല്ലയിലൊക്കെ വലിയ ജനക്കൂട്ടമായിരുന്നു. അവിടെ വ്യത്യസ്ത എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞത് എന്ത് നിലപാടെടുത്താലും നിങ്ങളിപ്പോൾ ഒരു പരിധിവരെ ഇത്തരം ഒരു മഹാവിപത്തിനെ നേരിടാൻ നിങ്ങൾ ലേശം മനുഷ്യാവകാശം ലംഘിച്ചാൽ പോലും അത് വിഷയമാക്കേണ്ട കാര്യമില്ല. കാര്യം അതിനുമല്ലേ നമ്മൾക്ക് മഹാവിപത്ത് മേളി വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാലിന് സംരക്ഷണം കൊടുത്തില്ലല്ലോ എന്ന് ആരും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. അത് മാത്രമല്ല മുഖ്യമന്ത്രി ഒരു കാര്യം അസന്നിഗ്ധമായി ഞാനുമായി നടത്തിയൊരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ഒരു രാഷ്ട്രീയ ഇടപെടലും ഉണ്ടാകില്ല, സ്വതന്ത്രമായി എക്സൈസിനും പോലീസിനും പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഈ ജനപിന്തുണ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ശരിക്കും മരണവേഗത്തിൽ നിങ്ങൾ ഈ ഉറവിടങ്ങൾ കണ്ടെത്തി. നിങ്ങൾ ടാൻസാനിയക്കാരെ 2 വിദ്യാർത്ഥികളെ പിടിച്ചുകൊണ്ട് വന്നത് വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ കണ്ടത്. കാര്യം ഇവൻ്റെയൊക്കെ അവണാകുഴി പോയിട്ട് നിങ്ങൾ ധൈര്യത്തോടെ അവന്മാരെ പിടിച്ചുകൊണ്ട് വന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അവണാകുഴി എൻ്റെ പ്രയോഗം കേട്ടോ. അപ്പം സെൻറ്റർ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ അവിടെ പോയി പിടിച്ചുകൊണ്ട് വന്നു. അത് നിങ്ങൾ യഥാർത്ഥത്തിൽ പോലീസിനെ നമ്മൾ സല്യൂട്ട് ചെയ്യണം. കാരണം സ്വന്തം ജീവൻ കയ്യിലെടുക്കുന്ന പരിപാടിയാണല്ലോ. ഇപ്പം ഞാൻ തന്നെ എന്നെ പല പ്രേക്ഷകരും വാട്സപ്പിലൊക്കെ നിങ്ങൾ ആരോഗ്യം സൂക്ഷിച്ചോണം. അപ്പോൾ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ നമുക്കൊക്കെ മരണം ഒരിക്കലേ ഉള്ളൂ. ഒരു ഭീരു ഒരുപാട് തവണ മരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമ്മളിതിനെ ധീരമായി നേരിടുകയാണ്. ഈ മുഴുവൻ മാധ്യമത്തിൻ്റെ പിന്തുണയും നിങ്ങൾക്കുണ്ട്. അത് ഈ അവസരം നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ വേണ്ടാത്ത കക്ഷികളെല്ലാം പിടിച്ച് അകത്തിടണം. പിള്ളേരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതുമായിട്ട് നടക്കുന്ന ആളുകളെ. കാര്യം കുട്ടികൾ നിരപരാധികളാണ്. കുട്ടികളുടെ നിരപരാധികളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുട്ടികൾ വ്യാപാരികളാകുന്നു. ഇതിനകത്ത് വ്യാപാരം അത് നിയമത്തിന്റെ ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചാണ് അവർ ഈ കുട്ടികൾ കാര്യറാകുന്ന ഒരുപാട് കേസ് നമ്മുടെ മാവേലിക്കരയും പരിസരത്തും ഉണ്ടോ? ശരിക്കും ഇത് ബാധിക്കാത്ത പള്ളിക്കൂടങ്ങൾ കുറവാണെന്ന് എന്റെ അന്വേഷണത്തിൽ. അത് നമുക്കൊരു പ്രധാന കാരണം നമ്മൾ സ്കൂളിന്റെ പേര് പുറത്തു വരായിരിക്കും, അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്നുള്ളത് മാത്രം. ഇതൊക്കെ പൊട്ടി പുറത്തു വരുമ്പോഴല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ നമ്മുടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വിദ്യാർത്ഥി MDMA ഉപയോഗിക്കുകയാണെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ റെയ്ഡ് ചെയ്യാൻ വന്നാൽ അതോടെ തീരും നിങ്ങളുടെ റെപ്യൂട്ടേഷൻ. അപ്പൊ നിങ്ങളുടെ ജോലിയാണ് ഇവിടെ ഒരാളും MDMA ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അത് അവരുടെ ജോലിയാണ്. അത് ഞാൻ പറയുന്നത് ഈ റെപ്യൂട്ടേഷനും പറയുന്ന മാതാപിതാക്കൾ ഉത്കണ്ഠയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നമാണ്. പക്ഷെ ഇപ്പോ ഈ ഒരു
വ്യാപനം കൂടിയതോടുകൂടി നമ്മൾ ഇതിന്റെ പ്രത്യക്ഷത്തിൽ നമ്മൾ ഇതിന്റെ പ്രത്യേകത നമ്മൾ അറിഞ്ഞു തുടങ്ങി, ഡയറക്റ്റായിട്ട് അറിഞ്ഞു തുടങ്ങി. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ജനങ്ങൾ കണ്ണു തുറന്നിപ്പോ ചെറുതായിട്ട് നമുക്കൊരു സപ്പോർട്ട് തന്നു തുടങ്ങി. എങ്കിലും നമുക്ക് വലിയ സപ്പോർട്ടായിരിക്കും. വലിയ സപ്പോർട്ടാണ്. താങ്കൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ ജനപിന്തുണയാണ്. കാര്യം അറിയോ, ഈ സ്വന്തം കുട്ടികളുടെ കാര്യം വന്നാൽ പിന്നെ കോംപ്രമൈസ് ഇല്ലല്ലോ. അപ്പൊ സ്വന്തം കുട്ടികൾ അപകടത്തിലാണെന്ന് മനസ്സിലായതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ ഞങ്ങൾ നടത്തുന്ന ഈ ക്യാമ്പയിൻ അപ്പൊ എനിക്ക് തന്നെ ഒരു വല്ലാത്ത ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഇത്രയൊക്കെ നമ്മുടെ നാട് മോശമായി കഴിഞ്ഞു. കാര്യം നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലമാണോ, ലോകം ശ്രദ്ധിക്കുന്ന ഒരു നാടല്ലേ കേരളം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിൽ നമുക്കിത് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. കൊച്ചു കുട്ടികൾ ഇപ്പൊ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പോലും ഞാൻ കണ്ടു, ഈ കൂളെന്നൊക്കെ പറഞ്ഞ് മിഠായി ഉപയോഗിക്കുന്ന കുട്ടിയെ. കൂള് കാട്ടാക്കടയെ കണ്ടതിന് ശേഷം നമ്മൾ പത്തനംതിട്ട ജില്ലയിലാണ് കണ്ടത്. അപ്പൊ എല്ലാ സ്ഥലത്തും ഇത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് വളരെ ഇതിലേക്കുള്ളൊരു വഴിയാണ് ഈ കൂള്, ഹൻസ് പോലുള്ള സാധനങ്ങൾ. ഈ ചോക്ലേറ്റിലൊക്കെ ഈ ലഹരി പടർത്തി കുട്ടികൾ കൊടുക്കുന്നുണ്ട്. അതൊന്നും കുട്ടികൾ വാങ്ങരുത്, മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ മാതാപിതാക്കളോട് പറയായിരുന്നു. എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ചണിചേരും. നമ്മൾ പ്രളയത്തെ എങ്ങനെ നേരിട്ടോ, അതല്ലെങ്കിൽ കോവിഡിനെ എങ്ങനെ നേരിട്ടോ, അത്രയും ശക്തി ഉണ്ടാകും. നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കണം. ഇവരുടെ സംരക്ഷണം യഥാർത്ഥത്തിൽ ഈ പ്രതിരോധ പ്രവർത്തനം നടത്തുന്നവർക്കും വേണം. കാരണം ഇപ്പൊ ഇന്ന് കണ്ണൂരില് അതെ, ഒരു പഞ്ചായത്ത് ബസിനെ മർദ്ദിച്ചു. മർദ്ദിച്ചിരിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കരുത് ഗോപി, എന്നെ എന്താ മർദ്ദിക്കാത്തതെന്ന്. അല്ല, ഞാൻ പ്രിഫർ ചെയ്യുന്ന കാര്യമല്ല എന്നാൽ ഞാൻ ചോദിക്കുകയായിരുന്നു. ഒരു കാര്യം സംരക്ഷണവും വേണം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സമൂഹം പോലീസിനെ സംരക്ഷിച്ചാൽ പോലീസ് തീർച്ചയായും നിങ്ങളെ സംരക്ഷിക്കും. കാരണം പോലീസിന് സമൂഹത്തിൽ സംരക്ഷണമില്ലാത്തൊരവസ്ഥ ഞാൻ ഉദ്ദേശിച്ചത് മോറൽ സപ്പോർട്ട് ഉണ്ടാവണം. പോലീസിന്റെ ഭാഗത്തുണ്ടായ ചെറിയ പോലും വലുതാക്കി ശരീരത്തിന്റെ സപ്പോർട്ട് വരെ ഉണ്ട്. വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരും. ഞാൻ പറയുന്നത് എന്താ പറയാ, അമ്മമാര് ചൂലെടുക്കണം, അധ്യാപകര് ചൂല് കയ്യിലെടുക്കണം, പോലീസുകാര് എന്താ എടുക്കണമെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്തായാലും ഈ ഒരു സംരംഭത്തിൽ നിങ്ങളുടെ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ കുറച്ച് ദിവസം മിണ്ടാതിരിക്കട്ടെ. അവർക്ക് വിചാരിച്ച ഈ കാര്യത്തിൽ എനിക്ക് അതിനകത്ത് ഡയറക്റ്റ് തുറന്നൊന്നും പറയാൻ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. അല്ല, നമ്മൾ ഓപ്പണായിട്ട് പറയുന്നത് മനുഷ്യാവകാശ പ്രവർത്തകർ ഈ നാട്ടിലുണ്ടായിരുന്നല്ലോ. സാധാരണ മനുഷ്യന്റെ അവകാശം ലംഘിച്ച് ഈ സാധനം വ്യാപിക്കുന്ന ഇവരിവിടെ ഉണ്ടായിരുന്നു. അവർ കുറെ ദിവസം മിണ്ടാതിരിക്കട്ടെ, അവർ തൊഴിലെതിരായിട്ടിരിക്കട്ടെ, നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ സ്വതന്ത്രമാണ്. നിങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ ഇടപെടലില്ല. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരിടപെടലും ഉണ്ടാകില്ല. ഞാൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വീണ്ടും കാണും. അന്ന് ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. താങ്ക് യു. ഒരു സി ഐ എന്നുള്ള നിലയിൽ അങ്ങ് ചെയ്യേണ്ട കാര്യം അങ്ങ് ചെയ്തു. അങ്ങ് ഈ ഒളിയിടങ്ങളിൽ പോയി പിടിച്ചോണ്ട് വന്നു. ഓക്കെ, താങ്ക് യു. നമ്മുടെ ആ സ്ഥലം മറന്നു പോരുത്, അവണാകുഴി. ഓക്കെ, താങ്ക് യു. നമുക്കൊരു കാര്യം ചെയ്യാം. ഗാന്ധിജി ചരിത്രമാണ് ഈ യാത്ര. ചരിത്രമാണ്. മാരകമായ ലഹരി വിപത്തിനെതിരെ SKN 40 24ന്റെ ഈ ജനകീയ യാത്രയ്ക്ക് മാവേലിക്കരക്കാരൻ എന്നുള്ള നിലയിലും ലഹരി വിരുദ്ധ പ്രവർത്തകൻ എന്നുള്ള നിലയിലും എന്റെ ആശംസകൾ അങ്ങേ അറിയിക്കുകയാണ്. ഗാന്ധിജി നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. ഗാന്ധിജി ആകുന്നതിന് മുമ്പ് അങ്ങ് ഈ വേഷപ്പകർച്ചയിൽ എത്തുന്നതിന് മുമ്പ് അങ്ങയുടെ പേരെന്തായിരുന്നു? മാവേലിക്കര സുദർശനൻ. പൂർവാശ്രമത്തിലേക്ക് മാറിക്കോളൂ. ഇനിയിപ്പോ നമുക്കൊരു റാലി കൂടെ ഇനാഗുറേറ്റ് ചെയ്താൽ നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കണം. 18 വർഷം തളർന്നു പോയാലാണ്. എനിക്ക് ചികിത്സ അലോപ്പതിക്ക് അത് ചികിത്സ ഇല്ല. ഞാൻ ആയുർവേദ ചികിത്സയാണ് ചെയ്യുന്നത്. എനിക്ക് ഏതെങ്കിലും രീതിയിലൊന്നും അങ്ങ് ഒന്ന് എഴുതി നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സ്ഥലത്തുണ്ട്, അദ്ദേഹത്തിന്റെ കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യും. സങ്കടപ്പെടണ്ട. ഓക്കെ, ഞാൻ ഒരു ചെറിയ ഡൊണേഷൻ 5000 രൂപ അദ്ദേഹം എന്തിനാ 5000 രൂപ ഞാൻ ഉപയോഗിക്കേണ്ടത്? എന്തിനു വേണ്ടി? ഈ ഉദ്യമത്തിന്, അതെ, ഈ ശ്രമത്തിന്. അപ്പൊ ഞാനിത് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി എല്ലാത്തിനും. ഓക്കെ, തീർച്ചയായിട്ടും. അങ്ങയുടെ പേരെന്താ? എന്റെ പേര് ഡോക്ടർ മോഹനൻ. ഞാനൊരു IAS അക്കാദമി നടത്തുന്നുണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി. നല്ല കാര്യം. നമുക്ക് ഡൊണേഷൻ തരത്തില്ലേ, അതുപോലെ ഒരു ഡൊണേഷൻ 5000 ഉള്ളൂ. അത് വലിയ സംഭവമാണ്. 5 ലക്ഷം രൂപ. ഓക്കെ, അപ്പൊ നമുക്കിനി ഞാൻ വരാം. എന്റെ ചായക്കപ്പാര പിടിക്കുക. ഉണ്ണി. ഓക്കെ, അപ്പൊ ഗോപി, സ്മിത എവിടെ? ഓക്കെ, അവർ രണ്ടുപേരും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മാവേലിക്കരയിലൂടെ നടക്കുന്ന നിങ്ങൾക്കറിയാം, മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിലൂടെ അല്ലെ? ബുദ്ധന്റെ സ്വാധീനമുള്ള അത് ഞാൻ പിന്നെ ഓർമ്മിച്ചു പോവാ. കാര്യം ബുദ്ധനെയൊക്കെ മറന്നുകൊണ്ടാണ് നമ്മുടെ പ്രശ്നമൊക്കെ. ബുദ്ധ ജംഗ്ഷനാണ് തൊട്ട്.